الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ജീവിതത്തിൽ പ്രത്യേകിച്ച് റമദാനിൽ വളരെ ഉപകരിക്കുന്ന ഒരു ക്യാപ്സൂള് മാത്രമാണ് ഇരുത്തം കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത്. റമദാൻ മാസം ദിക്റുകൾ അധികരിപ്പിക്കുകയും സുജൂദ് വർദ്ധിപ്പിക്കുകയും ഖുർആനോത്ത് വളരെ ആവേശത്തോടെ നടത്തുകയും ചെയ്യേണ്ട ഒരു മാസമാണ്. ആ കൂട്ടത്തിൽ ആരെങ്കിലും റമദാനിൽ രാവും പകലുമായി 10 പ്രാവശ്യം മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്താൽ അഅതാഹുല്ലാഹു സവാബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വഹമലത്തിൽ അർശി വമഹ അൻഹു ദുനൂബ എന്ന് ഹദീസിൽ കാണാം. മനസ്സറിഞ്ഞിട്ട്, എണ്ണം പിടിച്ചിട്ടല്ല, മനസ്സറിഞ്ഞിട്ട് ആരെങ്കിലും ജലാന്തരമായ കണ്ണോടുകൂടി 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്താൽ ജിബ്രീൽ അലൈഹിസ്സലാമിനും മീകായിൽ അലൈഹിസ്സലാമിനും അസ്റായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ, ഈ മഹാന്മാരായ മലക്കുകൾ, അവരാണല്ലോ കോടാനക്കോടി മലക്കുകളുടെ കൂട്ടത്തിൽ വലിയ സമുന്നത സ്ഥാനത്തുള്ളവരാണ്. അവരുടെ പ്രതിഫലം പോലത്തെ പ്രതിഫലം 10 പ്രാവശ്യം രാവും പകലും മനസ്സറിഞ്ഞ് ഹൃദയം പ്രകമ്പനം കൊണ്ടുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ, ഹമലത്തിൽ അർശിനെ ചുമക്കുന്ന മലക്കുകളുണ്ട്. അവര് അർശിനെ ചുമക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി, ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുക. അള്ളാഹു ഏൽപ്പിച്ചൊരു ഡ്യൂട്ടിയാണല്ലത്. അത് അവര് കനം കൂടി എന്നിട്ട് താഴെ വെക്കുന്ന പ്രശ്നമൊന്നുമില്ല. അവർക്കത് വിഷയമല്ല, മലക്കുകളല്ല. അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലവും ഈ വ്യക്തിക്ക് അള്ളാഹു നൽകും. വമഹാ അൻഹു ദുനൂബ, അവന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ ശപഥം ചെയ്യേണ്ടത്. അതാണ് സഹാബാക്കളുടെ ശൈലി, അങ്ങനെയാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന ആയത്ത് സൂറത്ത് തൗബയിലെ 35 നമ്പർ ആയത്താണ്. അതിന് നേരെ അർത്ഥം സ്വർണവും വെള്ളിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ആളുകളെ രൂക്ഷമായി വിമർശിക്കുന്ന ആയത്താണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം സഹാബാക്കൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവർ 2 പാർട്ടിയായി. ഒരു വിഭാഗം പറഞ്ഞു വീട്ടിലൊന്നും അവശേഷിപ്പിക്കാൻ പാടില്ല, എല്ലായിടത്തും ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ആളാണ് അബൂദറിൽ ഗഫാരി റളിയല്ലാഹു അൻഹു. ഉമ്മുൽ ഖത്താബ് പറഞ്ഞു അങ്ങനെയാണ്ട് ഒഴിവാക്കാൻ പറ്റൂല, എല്ലാ സ്വത്തും കൂടി വീട്ടിൽ നിന്ന് എടുത്ത് തട്ടല. അങ്ങനെ ആയത്തുണ്ട്. നമ്മൾ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം റസൂലുള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തെന്ന് വെച്ചപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞു അത് സക്കാത്ത് കൊടുക്കാതെ വീട്ടിൽ സൂക്ഷിക്കുന്ന സമ്പത്തിനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ സമ്പത്തും അല്ല, ഏത് കച്ചവടക്കാരാണെങ്കിലും അവർക്ക് പാവങ്ങളുടെ സമ്പത്ത് അതിൽ അളിഞ്ഞു ചേരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വത്ത് മുഴുവനും നാശായി പോകും. കൊല്ലം തോറും അതിന്റെ 2.5% അവകാശികൾക്ക് എത്തിച്ചില്ലെങ്കിൽ അവരുടെ സ്വത്ത് മുഴുവനും നാശായി പോകും. അതാണ് ഈ ആയത്തിന്റെ പൊരുള്. അതോടുകൂടിയാണ് സഹാബാക്കൾ സക്കാത്തിന്റെ വിഷയത്തിൽ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു നാണയം പോലും ബാക്കി വെക്കാതെ സ്പീഡിൽ കൊടുക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഇതിന്റെ ഉദ്ദേശം അതാന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഏത് കാര്യവും കേട്ടാ അങ്ങനെയാണ്. ഇതുപോലെ ഇത് കേൾക്കുമ്പോ ഇതിനൊരു പ്രയാസമില്ല. മനസ്സറിഞ്ഞിട്ട്, എണ്ണം പിടിക്കുക എന്നതിലപ്പുറം മനസ്സറിഞ്ഞിട്ട് ചൊല്ല. ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. ഖുർആന്റെ നസ്സാണ്. ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിയുള്ള നേട്ടങ്ങളുടെ പട്ടികയാണ് അല്ലാഹു തആല ഇടുന്നത്. ഖുർആനാണത്, ഖുർആന്റെ ആയത്താണത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അവരോട് വല്ലാത്തൊരു പരാതി പറഞ്ഞു. എനിക്ക് ഞങ്ങളെ നാട്ടിൽ മഴയില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. മഴയില്ലാത്തതിന് അവര് കൊടുത്ത പരിഹാരം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളില്ല, കല്യാണം കഴിച്ചിട്ട് കുറെ കാലമായി ഉസ്താദേ. അയാളോട് പറഞ്ഞിട്ട് ഇനി ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പോകുമ്പോൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചിട്ട് എന്നാൽ മതി, മക്കളുണ്ടാവും പറഞ്ഞു. അപ്പൊ വേറെ ആളൊന്നും കണ്ടു പറഞ്ഞു
ഞാൻ കച്ചവടം തുടങ്ങുക എന്നുള്ളതല്ലാതെ എനിക്ക് അതൊരു ലാഭവും കിട്ടണില്ല, ഒക്കെ പൂട്ടിപ്പോകണമെന്ന് പറഞ്ഞു. ആളോട് പറഞ്ഞു ഇനി കട തുറക്കുന്നതിന് മുമ്പായിട്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആളെന്നിട്ട് പറഞ്ഞു ഞാൻ കർഷകനാണ്, കൃഷിയൊന്നും വിളവെടുക്കണില്ല, എല്ലാം നശിച്ചു പോവാണ് എന്ന് പറഞ്ഞപ്പോ അയാളോടും പറഞ്ഞു നീ കൃഷിപ്പാടത്ത് പോകണതിന് മുമ്പ് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾ 4ആണ്, പരിഹാരം 1ആണ്. ഓരോ വ്യക്തിയോട് 4 പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം പറഞ്ഞത് 4 വ്യക്തികളോടും ഒരേ പരിഹാരമാണ്. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, ഉസ്താദെ ഒറ്റ പരിഹാരമാണല്ലോ 4 വിഷയത്തിനും, അത് മതി? എന്നിട്ട് ഓതി കൊടുത്തത് ഈ ആയത്താണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ പടച്ചോൻ ദോഷങ്ങളൊക്കെ ധാരാളമായി പുറത്തുവരുന്ന അതിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹ് പറയാണ് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അള്ളാഹു പേമാരി തരും. മഴ ഇല്ലാത്തവന്റെ പ്രശ്നം പരിഹരിച്ചു. വയുംദിദ്കും ബിഅംവാലിൻ, ധാരാളം സമ്പത്ത് തരും, അപ്പൊ കച്ചവടം ശരിയായി. വബനീൻ, കുട്ടികളും തരും. ബനീൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ എന്നാണ്, കാരണം അവരെ കർഷകന്മാരാ, അവർക്ക് ഏറ്റവും ആവശ്യം ആൺകുട്ടികളെ പണിക്കിറക്കാൻ. ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടികളെ തരും. വയജാലക്കും ജന്നാത്തിയും വയജാലക്കും അൻഹാറ, കൃഷികളൊക്കെ സജീവമായി. ഇസ്തിഗ്ഫാർ വലിയ കനമുള്ളൊരു ദിക്റാണ്, നമ്മൾ നിസാരപ്പെടുത്തരുത്. അതുകൊണ്ട് റമദാനിൽ കൂടുതൽ അത് മദ്യപത്തിൽ മാത്രമൊന്നുമല്ല, റഹ്മത്ത് കിട്ടാൻ ഇസ്തിഗ്ഫാർ വേണം. റമദാനിൽ കൂടുതലായിട്ട് അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് സ്വർഗം സ്വന്തമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മനസ്സിന്റെ നീറുന്നു പുകയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ്. പരീക്ഷണങ്ങൾ ഒഴിവാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. സാമ്പത്തിക അഭിവൃദ്ധി നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രയാസങ്ങൾ പേറി ഉറക്കം പോലും നഷ്ടപ്പെടുന്ന മുത്തഖീങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കച്ചവടക്കാർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കൃഷിക്കാർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കടലിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കടൽ സമ്പത്ത് തുറന്നു കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പെടുന്നനം മരിപ്പിക്കല്ലേ അല്ലാഹ്. അതിന്റെ കാരണങ്ങളായ മാരക രോഗങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ഇന്ത്യ രാജ്യത്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന അക്രമകാരികളായ ഭരണാധികാരികളെ നീ ഇറക്കണേ അല്ലാഹ്. ഇന്ത്യൻ സംരക്ഷണത്തിന് പറ്റുന്നത് ആരാണോ അവരെ നീ ഭരണം ഏൽപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾ ഹൃദയങ്ങളിൽ സാന്ത്വനവും സമാധാനവും തഖ്വയും നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ കൃഷിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഭക്ഷണങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ശ്വാസങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ചലനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സംസാരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമീപനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സ്വഭാവങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. യാത്രയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്ദർഭങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജീവിതം ബർക്കത്ത് കൊണ്ട് നിറക്കണേ അല്ലാഹ്. റഹ്മത്തിനാൽ പൊതിയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗം നീ ഔദാര്യമായി എഴുതി വെക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم. ഈ ദുആ എല്ലാവർക്കും ബാധ്യത പോലെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ കുട്ടിച്ചോറാകുന്ന അവസ്ഥയിലാണ് ഓരോ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അല്ല, ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഒരു വിഭാഗത്തെ മനസ്സ് കണ്ടിട്ടോ ദ്വാരക്കല്ല.
പിന്നെ ഇങ്ങനെ എല്ലാവരും ദ്വാരക്കണം, ഇന്ത്യൻ സംരക്ഷണം, ഇന്ത്യൻ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിന് പറ്റുന്ന ആരാന്ന് പഠിച്ചവനെ അറിയുള്ളൂ. അവര് വിജയിക്കണം എന്ന് ദ്വാരക്കലും നമുക്ക് കൂലിയിട്ടുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞല്ലോ, പാർലമെന്റിൽ പാസ്സാക്കിയതൊക്കെ അറിഞ്ഞില്ലേ? കെട്ടുകെട്ടി പോകേണ്ടി വരും. ഒരു മിനിമേ ഗസാവാൻ പോവാണ് ഇന്ത്യ രാജ്യം. ഏകദേശം ഫലസ്തീന്റെ ഒരു ചെറിയ രൂപമായിട്ട് മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.